റിപ്പോർട്ടർ ടി.വി. മുതലാളിയുടെ തട്ടിപ്പിൽ അന്വേഷണത്തിനൊപ്പം തന്നെ നടപടികളും ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. യഥാർത്ഥത്തിൽ നെട്ടോട്ടമോടുകയാണ് റിപ്പോർട്ടർ ടി.വിയും അവരെ സംരക്ഷിച്ച പിണറായി വിജയൻ്റെ സംഘവും. റിപ്പോർട്ടർ അർജന്റീന കരാറിലെ നികുതി തട്ടിപ്പിൽ 3 GST ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ നൽകിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്ക് ഉൾപ്പെടെ GST കമ്മീഷണർ മെമ്മോ നൽകിക്കഴിഞ്ഞു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ നികുതി വെട്ടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തതായി GST വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ഇതൊരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ് എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതുമാണ്. സ്പോൺസർ കൈമാറിയ തുകയുടെ നികുതി ഈടാക്കിയിട്ടില്ല എന്നായിരുന്നു അന്ന് തന്നെ കണ്ടെത്തിയത്. അതുപ്രകാരം 22 കോടിയോളം രൂപ നികുതിയാണ് ഈ രാജ്യത്തിന് അടക്കേണ്ടിയിരുന്നത്. അത് വെട്ടിച്ച് നൽകിയവർക്ക് അതിൻ്റേതായ പാരിതോഷികവും നൽകിയിട്ടുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിക്കഴിഞ്ഞു. എന്നാൽ ആ നികുതി ഈടാക്കാൻ കർശന നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ്, അല്ലെങ്കിൽ പങ്കുകച്ചവടക്കാരൻ എന്ന് പല മാധ്യമങ്ങളും ഇന്ന് എഴുതുന്നതാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിക്കെതിരെ. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയിലടക്കമാണ് ഇപ്പോഴത്തെ അന്വേഷണം വന്നിരിക്കുന്നത്. വലിയ തട്ടിപ്പാണ് റിപ്പോർട്ടർ മുതലാളിയും പിണറായി വിജയനും അടങ്ങുന്ന സംഘം, അദ്ദേഹം അല്ലെങ്കിൽ പിണറായി വിജയനെ ഉപയോഗിച്ച് ഈ കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. അർജന്റീന എന്ന ലോകോത്തര ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതായത് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇത് ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. 2 തവണയായി പണം കൈമാറിയതിൻ്റെ രേഖകൾ SBIയുടെ കൊച്ചി കാക്കനാട് ശാഖയിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞു. 2025 ജൂൺ 12-നും അതുപോലെ തന്നെ ഒക്ടോബർ 15-നുമായാണ് ആകെ 126 കോടി രൂപ കൈമാറിയത് എന്നുള്ളത് വ്യക്തമാകുന്നു. ആ മാസങ്ങളിൽ തന്നെ സേവന നികുതി അടക്കേണ്ടതായിരുന്നു. അങ്ങനെ 22 കോടിയോളം രൂപ നികുതിയാണ് അടക്കേണ്ടിയിരുന്നത്. ഇതാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇതടക്കാത്തതിനാൽ നികുതിയുടെ 18% പലിശയും 25% പിഴയും അടക്കണം. അർജന്റീന ടീം കേരളത്തിലെത്തി കളിക്കാത്തതിനാൽ കമ്പനിക്ക് നികുതി അടച്ച ശേഷം റീഫണ്ട് വേണമെങ്കിൽ ആവശ്യപ്പെടാം. എങ്കിലും പലിശയും പിഴയും അടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇത് വെട്ടിച്ച് നൽകിയ ആളുകൾക്കാണ് ഇപ്പോൾ മെമ്മോ നൽകിയിരിക്കുന്നത്. കൈമാറിയ 126 കോടി രൂപ എവിടെ നിന്ന് സമാഹരിച്ചുവെന്നും SIT പരിശോധിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് വിറ്റാണ് പണം സ്വരൂപിച്ചത് എങ്കിൽ അതിനും സേവന നികുതി ഇനി അടക്കേണ്ടി വരും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പണി വരാൻ പോവുകയാണ്. ഇത്തരത്തിൽ കൂടുതൽ നികുതി വെട്ടിപ്പ് നടന്നിരിക്കാനുള്ള സാധ്യതകളാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.